നോക്കാം. അമേരിക്കയിലെ കാലിഫോർണിയയിൽ വിഷപ്പുക ശ്വസിച്ച മലയാളി കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. കൊല്ലം പട്ടത്താനം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറിയും കുടുംബവുമാണ് മരിച്ചത്. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഹീറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് നിഗമനം. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ. ദിലീപ്, എന്താണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം? ഈ ഹീറ്ററിൽ നിന്നുള്ള വിഷവാതകമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? വിനീത, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം, ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം ഇത് തന്നെയാണ്. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച ഹീറ്ററിൽ നിന്നുണ്ടായ വിഷവാതകം ശ്വസിച്ചാണ് ഈ 4 പേർ മരിച്ചിരിക്കുന്നത്. അതായത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഹെൻറിയുടെ മകനായ ആനന്ദ് സുജിത്ത്, ഭാര്യ ആലീസ് പ്രിയങ്ക, ഇവരുടെ 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ നോഹ, നെയ്തൻ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അമേരിക്കയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. കാരണം ഇവർ വീട് തുറക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ എത്തി നോക്കിയപ്പോഴാണ് വീട്ടിൽ പുക ഉയർന്നത് കാണുകയും ചെയ്തത്. തുടർന്ന് അമേരിക്കയിലെ പോലീസ് എത്തുകയും ഇത് സംഭവിക്കുന്നത് US കാലിഫോർണിയയിൽ സാൻ മാറ്റോയയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ നിന്ന് അമേരിക്കൻ പോലീസ് എത്തുകയും തുടർന്ന് ഇവരുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുകയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് ഇവരുടെ മരണകാരണങ്ങൾ ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുകയുള്ളൂ. പക്ഷേ ഇവരുടെ ബന്ധുക്കൾക്ക് ലഭിച്ച വിവരപ്രകാരം ഹീറ്ററിൽ നിന്ന് ഉണ്ടായ വിഷവാതകം ശ്വസിച്ചാണ് ഈ 2 കുട്ടികളും ഭാര്യയും ഭർത്താവും മരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ദാരുണമായ ഒരു വാർത്തയാണ് വരുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് മലയാളി കുടുംബം വിഷവാതകം ശ്വസിച്ച് മരിച്ചത്.